കൊച്ചിയിലെ ലഹരി വേട്ട കേസിൽ അന്വേഷണം മോഡലിംഗ് രംഗത്തേക്ക്. കേസിൽ ഇന്നലെ അറസ്റ്റിലായ മോഡൽ അൽക്ക ബോണി മോഡലിംഗ് രംഗത്തുള്ളവർക്ക് ലഹരി കച്ചവടം നടത്തിയെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ലഹരി കച്ചവടത്തിൽ പങ്കാളികളായി പ്രവർത്തിച്ചതും മോഡലിംഗ് രംഗത്തെ വനിതാ സുഹൃത്തുക്കളാണെന്നാണ് പോലീസ് പറയുന്നത്. എസ് ശ്യാംകുമാർ കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട്. ശ്യാം, എന്താണ് ഈ കേസിൽ പോലീസ് പറയുന്നത്? കാരണം ഇത് മോഡലിംഗ് രംഗത്തേക്ക് കൂടി ലഹരി വേട്ടയിലെ അന്വേഷണം കൊണ്ടുപോവുകയാണല്ലോ പോലീസ്. എന്താണ് വിശദാംശങ്ങൾ? ഗോപികൃഷ്ണൻ, ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് പറയുന്ന നിർണായകമായ കാര്യം ഈ അൽക്കാബോണി എന്ന് പറയുന്ന മോഡൽ അവരവരുടെ സുഹൃത്തുക്കളെ ഉപയോഗിച്ചുകൊണ്ട് ലഹരി കച്ചവടം നടത്തിയിരുന്നു എന്നുള്ളത് തന്നെയാണ്. മോഡലിംഗ് രംഗം അതിനൊരു മറയാക്കി ഉപയോഗിച്ചു എന്നും പോലീസ് പറയുന്നുണ്ട്. വലിയ ലാഭമാണ് ഇവരെ ഈ ലഹരി കച്ചവടത്തിലേക്ക് നയിക്കാൻ പ്രേരിപ്പിച്ചത്. ഇന്നലെ അറസ്റ്റിലായ ആറുപേരും ലഹരിയുടെ ഉപയോഗിച്ച് ബോധമില്ലാത്ത അവസ്ഥയിലായിരുന്നു പോലീസിന് കസ്റ്റഡിയിൽ ലഭിച്ചത്. പിന്നീട് ഇവരിൽ നിന്ന് ചോദിച്ചറിഞ്ഞ വിവരങ്ങളാണ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ കേസിൽ ബോസ്, അതായത് ഇവർക്ക് ലഹരി വിൽക്കുന്നതിന് നൽകുന്ന ഒരാളെ കുറിച്ച് അന്വേഷണം നടക്കുന്നുണ്ട്. അയാൾക്ക് പ്രതിദിനം വലിയ ലാഭമാണ് ഇവർ ഉണ്ടാക്കി നൽകിയിരുന്നത്. ഇതെല്ലാം സാമ്പത്തിക വശങ്ങളും വിൽപ്പന നടത്തിയിരുന്ന രീതികളുമൊക്കെ പോലീസിനെ തന്നെ പുതിയ അറിവാണ് ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കേസിൽ അന്വേഷണം കൂടുതൽ ദിശയിലേക്ക് കൊണ്ടുപോകാനും കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകാനുള്ള സാധ്യതയാണ് പോലീസ് നൽകുന്നത്. ഗോപികൃഷ്ണൻ. ശരി, ശ്യാംകുമാറാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്.